ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വിഷു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും വിഷു ആഘോഷം പരിപാടിയായിരിക്കും വിചാരിക്കണം. അപ്പോൾ നമ്മൾ വിഷുവായിട്ട് വെറുതെ പുറത്തോട്ടിരിക്കണമെന്നില്ല. അപ്പോൾ പുറത്തുള്ള കാഴ്ചകളും എന്തൊക്കെയാണ് നമുക്ക് അറിയാനായിട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചിരിക്കണം. അപ്പോൾ നമ്മുടെ എല്ലാ ദിവസത്തെയും പോലെ കുറേ നാളുകൾക്ക് ശേഷം മുടുക്കൻ നമ്മുടെ ബ്ലോഗിലേക്ക് തിരിച്ചു വരാൻ പോകണേണ്. അപ്പോൾ നമുക്ക് ഉടുക്കനെ വീട്ടിൽ പോയി എടുത്തിട്ട് നേരെ നമുക്ക് എങ്ങാടെങ്കിലും പോകാം. അപ്പോൾ എല്ലാവരും വിഷു ആഘോഷിക്കണേക്കുള്ളൂ. അപ്പോൾ പടക്കങ്ങളൊക്കെ പൊട്ടിക്കുമ്പോൾ സേഫായിട്ട് ഉപയോഗിക്കാൻ നിങ്ങൾ സൂക്ഷിക്കണം. അപ്പോൾ എല്ലാവർക്കും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചാക്കിട്ട് മൂടിയിരിക്കുന്ന വണ്ടി പെട്രോൾ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ എടുത്താൽ മതിയല്ലോ. ലോങ് യാത്രകൾക്ക് മാത്രമേ നമ്മൾ നമ്മുടെ ഈ വണ്ടി എടുക്കാറുള്ളൂ. കാരണം പെട്രോളിൻ്റെ വില അതിക്രമിക്കുന്നത് കാരണം നമ്മൾ ഇവനെ ചാക്കിട്ട് മൂടും വീടിൻ്റെ ഫ്രണ്ടിൽ വണ്ടി എടുത്തിട്ട് നേരെ ഉടുക്കണിപ്പിക്കാൻ പോകാം. എവിടെ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഹെൽമെറ്റും കണ്ണടയും വെച്ചിരിക്കണം. കൂളിംഗ് ഗ്ലാസ് മുഖ്യമാണ്. അല്ലെങ്കിൽ വെയിൽ നമ്മളെ അതിക്രമിച്ചിരിക്കണം. സൺസ്ക്രീനൊക്കെ ഇട്ട് നടക്കണം. സൺസ്ക്രീൻ വാങ്ങാനുള്ള പൈസ ഒന്നും നമ്മുടെ അടുത്ത് ഇപ്പോൾ തൽക്കാലം നമ്മുടെ കയ്യിലില്ല. അതുകൊണ്ട് നമ്മൾ ഇത് വയ്ക്കും. ഹെൽമെറ്റൊക്കെ ഇട്ടെ കൈസ്. നമ്മൾ റെഡിയായി. അപ്പോൾ നമുക്കിനി വണ്ടി എടുത്തിട്ട് പോവാം. ഹെൽമെറ്റൊക്കെ വെച്ച് കണ്ണടയൊക്കെ വെച്ച് വണ്ടി ഷർട്ടാക്കിയിട്ട് കൊടുക്കാൻ പിക്ക് ചെയ്യാൻ പോകാം. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വിഷു ആശംസകൾ നേർന്നുകൊണ്ട് പുതിയൊരു വിഷു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിഷുവാശംസകൾ. ഹൃദയം നിറഞ്ഞ വിഷുവാശംസകൾ. സബ്സ്ക്രൈബേഴ്സിനോട് ചവിട്ടി പൊട്ടിക്കാനാണ് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ വിഷുവായിട്ട് എല്ലാവരുടെയും വിശ്വാസംസകൾ നമ്മൾ നേർന്നിരിക്കുകയാണ്. വിഷുവായിട്ട് എന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടോ? വിഷുവായിട്ട് പടക്കം വാങ്ങാൻ പൊട്ടിക്കുക, സൂക്ഷിക്കുക. അതെ അതെ അതെ. അപ്പോൾ ഞങ്ങൾ വിഷുവായിട്ട് ഒരു ഔട്ടിങ്ങിന് ഇറങ്ങാൻ പോയാണ്. ആ കാഴ്ചകൾ നിങ്ങൾ കാണിച്ചു തന്നിരിക്കും. നമ്മുടെ യാത്ര നമ്മൾ തുടർന്നിരിക്കുകയാണ്. കൊടുക്കാൻ തിരിച്ചെത്തിരിക്കുന്ന ബ്ലോഗിലേക്ക്. നമ്മ എങ്ങോട്ടാന്നറിയില്ല. വിഷുവായിട്ട് നമ്മൾ പല സ്ഥലങ്ങളിലൊക്കെ പോകും. എന്നിട്ട് നമുക്ക് എത്ര വേണമെങ്കിലും ഓടിക്കും. പണം ആയിരിക്കാൻ പോകും. എന്ത് ചെയ്യാൻ നോക്കി. അപ്പോൾ എല്ലാവർക്കും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. എല്ലാവരും വീഡിയോ കണ്ടുകൊണ്ടിരിക്കും. കഴിച്ചപ്പോൾ നമ്മൾ കുറേ നേരം അലഞ്ഞ് തിരിഞ്ഞ് മാറ്റപ്പാടത്തൊക്കെ പോകണമെന്നൊക്കെ വിചാരിച്ച്, പക്ഷെ അവിടെ ഒന്നും പറ്റിയില്ല. അങ്ങനെ നമ്മൾ വണ്ടി എടുത്ത് നേരെ ലുലുവിലേക്ക് വന്നേക്കുകയാണ്. സോ ഇവിടെയാണ് അപ്പോൾ നമ്മുടെ വിഷുവിൻ്റെ പരിപാടികൾ. അപ്പോൾ നമുക്ക് ഇനി ലുലുവിലാണ് നമ്മുടെ പരിപാടി. അല്ല എടുക്കാം. അപ്പോൾ നമുക്ക് ലുലുവിലോട്ട് കയറാം കഴിച്ച്. ജോസ്കോ ജ്വല്ലറി വിഷയമായിട്ട് കുറച്ച് സ്വർണ്ണം വാങ്ങിച്ചാലോ? എന്താണ് എൻ്റെ അഭിപ്രായം? വിഷുവായിട്ട് ഇങ്ങനെ നടക്കാം. സ്വർണ്ണക്കാരുടെ ഫ്രണ്ടിലാണ് ഇപ്പോൾ അമ്മ. ഒരു ഇത് തോന്നുന്നില്ല, അതുകൊണ്ട് ഇവിടെ നിന്ന് വാങ്ങുന്നില്ല. ബുക്ക് കടകളുണ്ട് ഒരുപാട്. ബുക്കിനൊക്കെ നോക്കണേ. നല്ലതാണത്. ബെസ്റ്റ് ലൈഫ് കണ്ടില്ലേ? ഒരാഴ്ച ബെസ്റ്റ് ലൈഫ് കിട്ടുമെന്നാണ് പറയുന്നത്. ഇവിടെ നിന്നൊരു ബുക്ക് ഫെസ്റ്റിവലൊക്കെ ഒന്ന് നടക്കണുണ്ട്. അതൊക്കെയാണ് നമ്മൾ നോക്കണത്. കാർട്ടൂണാണെന്ന് തോന്നുന്നു. പിള്ളേർക്ക് പഠിക്കാൻ പറ്റില്ല. നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നോക്കേണ്ടത് മാപ്പാണ്. എങ്ങാടെ പോകണമെങ്കിൽ നമ്മൾ അറിയേണ്ടത് മാപ്പ്. നമ്മ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ടൈമിൽ സ്വീറ്റ് വിളിച്ചിട്ട് പടക്കം വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് പടക്കം വാങ്ങിച്ച് പൊട്ടിക്കും. അതൊക്കെയാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ വെറുതെ കൊണ്ടിരിക്കുന്നു. സ്ഥലങ്ങളും കടകളൊക്കെ കണ്ടിട്ട് നടക്കുന്നതിന്. നമ്മ ഒരു കടയിൽ കയറിയിരിക്കുകയാണ്. ലക്ഷങ്ങളുടെ വാച്ച് എടുക്കാനായിട്ടാണ് നമുക്ക് കയറിയിരിക്കുന്നത്. ഒരുപാട് കളക്ഷൻ ഉണ്ട് ഇവിടെ. ഏത് വാച്ച് നോക്കണമെന്നറിയില്ല. ഇവിടെ കുറേ നോക്കി നടന്നിട്ട് അവസാനം എന്തെടുക്കുമെന്നുള്ള ടെൻഷനിലാണ്. വിഷയമായിട്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് വാങ്ങണ്ടേ? നമുക്ക് ഇവിടെ ഒരുപാട് കളക്ഷൻസുകളുണ്ട്. ക്യാഷ് എടുത്താലോ നമുക്ക്. അപ്പോൾ നമ്മൾ 2 വാച്ച് ഇപ്പോൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം. അതൊക്കെ വിഷയമായിട്ട് കഴിഞ്ഞിട്ടായിട്ട് തരുന്നതാണ് പറയുന്നത്. സോ ഗൈസ്, നമ്മളിങ്ങനെ ഈ ഫ്രണ്ടിൽ കൂടി നടന്ന് പോകുന്ന ടൈമിൽ നമുക്ക് ഇത് തോന്നിയുണ്ട്. നമ്മൾ 2 എണ്ണം എടുത്തേക്കാണ്. ലക്ഷങ്ങൾ മുടക്കി നമ്മൾ 2 വാച്ചാണ് എടുത്തു. അത് നോക്കിയില്ല. വിഷയമായിട്ട് നമ്മൾ എറിഞ്ഞു. പൈസന്ന് വരും. പിന്നെ അവിടേക്ക് എൻ്റെ കയ്യിലൊരു വാച്ച്, എൻ്റെ കയ്യിലൊരു വാച്ച്. അങ്ങനെ നമ്മൾ വിഷയമായിട്ട് 2 വാച്ചുകൾ അങ്ങനെ എടുത്തു. വാച്ച് കടക്കാർ നമ്മളെ നോക്കി കണ്ണുരുട്ടി കാണിച്ചപ്പോഴാണ് നമ്മളൊന്നും നോക്കാണ്ട് അത് എടുത്തത്. അല്ലെങ്കിൽ നമ്മൾ എടുക്കൂലായിരുന്നു. നമ്മളവർ കുറച്ചുണ്ട് കൈസ്. നമ്മളാരെയും കുറച്ച് കാണരുതെന്ന് അറിയാലോ. നമ്മൾ അങ്ങനെ എടുത്തു.
ഇനി നമുക്ക് ഇനി അടുത്ത സ്ഥലത്തേക്കാണ് ഇനി പോകേണ്ടത്. നമ്മുടെ ജസ്റ്റ് ഫോർ ഔട്ടിങ്ങിന് ഇറങ്ങിയപ്പോൾ അങ്ങനെ കുറച്ച് പൈസ നമ്മൾ പൊട്ടിച്ചു. അത് ചെയ്യാനാണ് ഇവിടേക്ക് എൻ്റെ അടുത്ത് ലക്ഷങ്ങളല്ല ഇരിക്കുന്നത്. അത് എറിഞ്ഞു കൊടുക്കുക, അതിനെ കുറച്ച് ലക്ഷങ്ങൾ എറിഞ്ഞു. അപ്പോൾ എന്തായാലും നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ കൂടി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് നടക്കുക. ഇനി ചിലപ്പോൾ എന്തെങ്കിലും കണ്ടെങ്കിൽ ചിലപ്പോൾ വാങ്ങിച്ചെന്നിരിക്കും. സോ ഗൈസ്, കുറേ നാളായി നമ്മൾ ലുലുവിൽ വന്നെങ്കിലും നമുക്ക് ലിഫ്റ്റിൽ കയറാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ആ ഒരു ആഗ്രഹം കൂടി സാധിക്കാൻ പോണെയാണ്. വിഷു ആയതുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ഇന്ന് നമ്മൾ സാധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നിനക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടെങ്കിൽ പറഞ്ഞോ. ലിസ്റ്റ് വരുന്നുണ്ട്. നമുക്കൊരു എക്സ്കലേറ്റർ കയറി മുകളിലെത്തേണ്ടതിന് വേണ്ടി നമ്മൾ നേരെ താഴത്തേക്ക് ലിഫ്റ്റിന് പോയിട്ട് വീണ്ടും നമ്മൾ ഓരോ ഫ്ലോറുകളിൽ ഇറങ്ങിയാണ് നമ്മൾ ഇവിടെ ഇപ്പോൾ എത്തിയത്. ഒരു എക്സ്കലേറ്റർ കയറിയാൽ നമ്മൾ 3rd ഫ്ലോറിൽ എത്തിയാണ്. നമ്മൾ അതല്ല ലിഫ്റ്റിൽ കയറാൻ എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് പോകുന്നത്. നല്ല ക്രൗഡാണ് കഴിച്ചു ഇവിടെ, നല്ല തിരക്ക്. എന്ത് വന്നപ്പോണ്ടായ ബുദ്ധനാണ് നമുക്കിപ്പോൾ വീടുകളിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയ സാധനങ്ങളുടെ ഷോപ്പിലാണ് നമ്മൾ വന്നേക്കണത്. എന്തായാലും വീട് പണി കിടക്കല്ലേ, ഇവിടെ കയറി നോക്കാം. മറ്റപ്പാടം ചന്തയിൽ കിട്ടണ പോലെ ഇവിടെ കിട്ടുമോ നമുക്ക് നോക്കാം. എന്തായാലും മറ്റപ്പാടത്ത് കയറാൻ പറ്റിയപ്പോൾ കിട്ടിയില്ല, നമുക്ക് കയറാൻ പറ്റിയില്ല മറ്റപ്പാടത്ത്. എന്തായാലും ഇവിടെ ഒന്ന് കയറി സാധനങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണെന്നും കുറച്ച് ചിത്രകലകളമായ പെയിൻറ്റിംഗ് ഒക്കെ വാങ്ങിക്കാനൊക്കെ പറ്റുമോ നോക്കണ്ട. പൈസ ഇപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ റൂമിലേക്ക് വെക്കാൻ പറ്റും. അടിപൊളി. ആറ്റിറ്റ്യൂഡാണ് ഗൈസ്. ഇതന്നെ പറയാനാ സിന്ധന സ്ലീവിൻ്റെ ഒറ്റ നടുക്കാണ് ഇപ്പം നമ്മൾ വന്ന് നിൽക്കുന്നത് കാണാം. അപ്പോൾ അതെ വിഷു കഴിഞ്ഞിട്ടായിട്ട് ഉള്ള സാധനത്തിൻ്റെ പിക്ക്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് 2 ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മൾ ഇവിടെ നിന്ന് പോകണുള്ളൂ. കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കും ഇവിടെ നിന്ന്. വേറെ പുറത്തേക്കുള്ള വഴിയാണെന്ന് പറയുന്നുണ്ട്. ഞാൻ പക്ഷേ ആ വഴി പോകില്ല, കാരണം എനിക്ക് പോകേണ്ട വഴി അതല്ലല്ലോ. അതുപോലെ തന്നെ ഗൈസ്, ലുലുലാരിയിലൊക്കെ വഴി തെറ്റി പോവുകയാണെങ്കിൽ ഉടുക്കനായിട്ട് ബന്ധപ്പെട്ടാൽ മതി. ഇവിടുത്തെ ഓരോ വഴികളും ഉടുക്കന് കാണാപ്പാടമെന്നാണ് വേണ്ട. ശരിക്കും യൂസഫ് അലി വരെ ഇവിടുത്തെ മാപ്പ് ഡിസൈൻ ചെയ്തത് എന്നോട് വെച്ചിട്ടാണ്. അതുകൊണ്ട് എല്ലാ വഴികളും തന്നെ അറിയാം. അതുകൊണ്ട് ആ കാര്യത്തിൽ പേടിക്കേണ്ട ഒരു ആവശ്യമേ ഇല്ല. നമ്മൾ പുതിയൊരു വഴികൾ തേടി പോവുകയാണ്. സ്കോഡ ഇറപ്പുണ്ട്, ഇപ്പോൾ കൊണ്ടേയിരിക്കും. നമുക്ക് ഇങ്ങനെ വന്നപ്പോൾ നമ്മൾ പറഞ്ഞാണ് കുറച്ച് സ്കിൻ കെയർ ഒക്കെ വാങ്ങണമെന്ന്. പക്ഷെ നമ്മളിപ്പോൾ വാങ്ങുന്നില്ല കഴിച്ച്. ഇത് പോരാ, നമ്മൾ ഉദ്ദേശിക്കുന്ന ബ്രാൻഡ് അല്ല ഇത്. നമ്മൾ അങ്ങനത്തെ സാധാ ബ്രാൻഡ് എടുക്കില്ല. അല്ല എടുക്കാം. നമ്മളിപ്പോൾ വിഷുവിന് വന്നേക്കണ ഒരു പർച്ചേസിങ്ങിൽ ഒരു ചെറിയൊരു ബില്ലാണ് ഇപ്പോൾ നമ്മുടെ. ചെറിയ എമൗണ്ട്. ഇതൊക്കെ എന്തിട്ടാണത്? എന്ത് അല്ല, നമ്മളിപ്പോൾ വേണ്ട ബില്ലാണ് കേട്ടോ. പാർക്കിംഗ് ഒന്നും നോക്കിയില്ല. GST ഒക്കെ എടുത്തിട്ടുണ്ടല്ലോ ഇവർ. എൻ്റെ അടുത്ത് GST ആണ്. സോ ഗൈസ്, നല്ല തിരക്കുള്ള സ്ഥലത്ത് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നേക്കാണ് വിഷുവായിട്ട്. പെരിയാറിലെ കയറി നമ്മൾ എപ്പോഴും തറവാട്ടിലാണ് കയറാറ്. തറവാടൊന്നും തുറക്കാത്തതുകൊണ്ട് പെരിയാറിലൊന്ന് കയറിയിരിക്കുക. നമ്മൾ കൊടുക്കനും ഞാനും കൂടി ഭക്ഷണം കഴിക്കാമെന്ന് ചോദിച്ചു. വാഴയിലല്ലടാ, പോരാ. ഒരു തറവാടിൻ്റെ അത്ര പോരാ ഗൈസ്. കഴിച്ചു നോക്കട്ടെ, ടേസ്റ്റ് ഉണ്ടാവും. സോ അപ്പോൾ നമ്മൾ കഴിക്കാൻ പോവുകയാണ് ഗൈസ്. കുറച്ച് പപ്പടം, ചൂമ്പീര, ഇത് കൂടി കുഴച്ചിട്ട് നമുക്ക് കഴിക്കാനായിട്ട്. എന്നാലും അതിൻ്റെ ഒരു വലിയ കുഴപ്പമില്ല. അപ്പോൾ ഗൈസ് എല്ലാം ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ്. എല്ലാം ഇനി കുറച്ച് പായസം കൂടി കുടിച്ചാൽ മാത്രം മതി. നമ്മൾ ചോറ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് പായസം കുടിക്കണം, മധുരം കഴിക്കണം അല്ലേ? ഊണിന് ശേഷം ഇല്ലത്തിരി മധുരം പതിവ് അത്. അതിങ്ങനെ ഊതി കുടിക്കണം. കൊള്ളാം. ഊണൊക്കെ കഴിച്ച് നമ്മൾ ഇറങ്ങി. ഗുഡ്. ഇനി നമുക്കിനി വീട്ടിലേക്ക് പോവാം. നല്ല വെയിലാണ് കഴിച്ച്, നല്ല കാറ്റുണ്ട്, പക്ഷെ അതുപോലെ തന്നെ വെയിലുണ്ട്. നടക്കരുത്, സൂക്ഷിക്കുക. സൺസ്ക്രീം ഇടണം എല്ലാവരും. ശക്തമായ വെയിലാണ് കഴിച്ച്. നമുക്കൊരു വിഷമം കൊണ്ട് ഞാൻ ഇങ്ങനെ ഇറങ്ങിയതാണ്. വിഷയല്ലേ? വിഷയം എല്ലാവരും ഇറങ്ങണം. ഇറങ്ങിക്കോ. രാത്രി പടക്കം പൊട്ടിക്കണ ഒരു വ്ലോഗായിട്ട് ഞാൻ വരും. അതുവരെ വെയിറ്റ് ചെയ്യുക കഴിച്ച്. അങ്ങനെ വിഷുവിൻ്റെ എന്തിട്ടാണ് പുറത്ത് പോയ യാത്ര ഇവിടെ അവസാനിച്ച്. നമ്മൾ വെറുതെ ഇരുന്നപ്പോൾ പുറത്തൊക്കെ ഇറങ്ങി. നമ്മൾ ലുലു വരെ എത്തി. അവിടെ നിന്ന് നമ്മൾ ഭക്ഷണം കഴിച്ചു, എല്ലാം ചെയ്തു. നമ്മൾ തിരിച്ച് കുടുംബത്തിലെത്തിയിരിക്കുകയാണ്.
അപ്പോൾ വിഷുവിൻ്റെ സന്ദേശം നൽകുന്നതിന് കൊടുക്കാൻ എന്തെങ്കിലും പറയാനായിരിക്കും. വിഷുവിന് എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുക, ചോറൊക്കെ തിന്നുക, നല്ല വെയിലാണ് കഴിച്ച്, പടക്കം പൊട്ടിക്കുക, അത്രയൊക്കെ പറയാനുള്ളൂ ഉടുക്കന്. അല്ലാണ്ട് എന്ത് പറയാ. അപ്പോൾ ഇന്ന് ഉടുക്കന് ലീവായിരുന്നു. ഉടുക്കൻ ഇപ്പോൾ ഒരു വലിയൊരു ഉദ്യോഗസ്ഥനാണ്, പണിക്ക് പോയാണ്. പ്രാരാബ്ദമുള്ള കമ്പനിയുടെ ചുമതല എൻ്റെ തോളിലാണ്. ഞാനാണ് ഇപ്പൊ കമ്പനി കൊണ്ട് നടക്കുന്നത്. അതെ അതെ അതെ. അപ്പോൾ എല്ലാവരും വിഷുവൊക്കെ ആഘോഷിക്കുക. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിശ്വാസംസകൾ. പിന്നെ നമ്മൾ ഇത് ആർക്കാണ് വാങ്ങിച്ചതെന്ന് നമുക്കിപ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ ആ കൊടുക്കണം ഒരു നിങ്ങൾക്ക് ചിന്തിക്കാനുണ്ടാവും ഇത് ആർക്കാണ് ഇപ്പോൾ നമ്മൾ വാങ്ങിച്ചത് കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാം. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ബട്ടണൊക്കെ ഉണ്ടെങ്കിൽ അടിച്ച് പൊട്ടിച്ചു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ. ടാറ്റ ഗൈസ്. നിങ്ങൾ കാത്തിരുന്ന പോലെ ഗിഫ്റ്റ് ആർക്കാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ഗിഫ്റ്റ് കൊടുക്കുകയാണ്. ആർക്കാണെന്ന് വിഷുവായിട്ട് നമ്മുടെ അമ്മയ്ക്ക്. പിടിച്ചോ. ഹാപ്പി ഹാപ്പി വിഷു. ഇരിക്കട്ടെ.